പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ എല്ലാവരെയും ദൈവവചന ധ്യാനത്തിലേക്ക് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹ എല്ലാവരെയും സ്വർഗം തുറന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, നമുക്ക് കർത്താവിൻ്റെ തിരുവചനം നമുക്ക് ധ്യാനിക്കാം. ദൈവരാജ്യം എന്നാൽ ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവുമാണെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ നമ്മളെ ഓർമ്മിപ്പിക്കുമ്പോൾ, ഇതാ സഭയുടെ രൂപീകരണത്തിന് മുൻപ് തന്നെ പെന്തക്കോസ്തായിലൂടെ സഭ രൂപീകരിക്കപ്പെട്ട് റോമിലെ സഭയ്ക്ക് ഈ ലേഖനം എഴുതിയെങ്കിൽ, എന്നാൽ അതിനു മുമ്പ് തന്നെ ഈശോ പറഞ്ഞൊരു കാര്യമുണ്ട്. ലൂക്കായുടെ സുവിശേഷം 24 അധ്യായത്തിൻ്റെ 49 തിരുവചനത്തിൽ കർത്താവ് പറയുന്നുണ്ട്, ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നത് വരെ നിങ്ങൾ നഗരം വിട്ട് ജെറുസലേം വിട്ടു പോകരുത്. ആ ഉന്നതത്തിൽ നിന്നുള്ള ശക്തി അതാരുടെ ശക്തിയാണ്? അത് മറ്റാരുടെയും ശക്തിയല്ല, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണ്. ഉന്നതത്തിൽ നിന്നുള്ള ശക്തി ഈശോ പലപ്പോഴും വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഞാൻ എൻ്റെ പിതാവിൻ്റെ തിരുസന്നിധിയിലേക്ക് ചെല്ലുമ്പോൾ എന്നെന്നും നിങ്ങളോടുകൂടിയിരിക്കുവാൻ ഞാനൊരു സഹായകനെ നൽകും. സഹായകനായ പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വന്നു കഴിയുമ്പോൾ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് അവിടുന്ന് നിങ്ങളെ കൊണ്ടുപോകുമെന്ന് ഈശോ പലപ്പോഴും തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ സ്നേഹമുള്ള സഹോദരങ്ങളെ, ദൈവത്തിന് മുമ്പിൽ ഒന്ന് ആത്മപരിശോധന ചെയ്യുക. എൻ്റെ ജീവിതത്തിൽ ഈ പരിശുദ്ധാത്മാവിന് വേണ്ടി ദാഹിച്ച് ഞാൻ പ്രാർത്ഥിക്കാറുണ്ടോ? ഇതുകൊണ്ടാണ് സഭ നമ്മളെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നത്, പ്രാർത്ഥിച്ച് ദാഹിച്ച് പ്രാർത്ഥിക്കുന്ന ഏതൊരു വ്യക്തിയുടെയും ജീവിതത്തിലേക്ക് ദൈവം തൻ്റെ ആത്മാവിനെ വർഷിക്കും. ഇത് സഭയുടെ ഏത് കൂട്ടായ്മകളിലേക്ക് നോക്കിയാലും നമുക്ക് കാണുവാൻ സാധിക്കും. ആ പരിശുദ്ധാത്മാവിന് വേണ്ടിയിട്ടിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആദിമസഭയിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പസ്തോല പ്രവൃത്തികളുടെ പുസ്തകം 1 അധ്യായത്തിൻ്റെ 14 മുതലുള്ള തിരുവചനത്തിൽ അവർ ഏകമനസ്സോടെ യേശുവിൻ്റെ അമ്മയോടുകൂടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. യേശുവിൻ്റെ അമ്മയായ മറിയത്തോട് ചേർന്ന് ശിഷ്യന്മാരെല്ലാവരും ഏകമനസ്സോടുകൂടെ പ്രാർത്ഥിക്കുന്നു. അവിടെ പലതരത്തിലുള്ള മനസ്സില്ല. എന്തായിരുന്നു അവരുടെ മനസ്സ്? അവരുടെ ആഗ്രഹം എന്തായിരുന്നു? യേശു വാഗ്ദാനം ചെയ്ത ആ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടണം. ആ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് വേണം. ഇതായിരുന്നു അവരുടെ ആഗ്രഹം. ആ ആഗ്രഹം അവരുടെ ജീവിതത്തിൽ സാധിച്ചു കിട്ടുന്നതിന് വേണ്ടിയിട്ട് അവർ തീഷ്ണതയോടുകൂടെ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ തീഷ്ണതയോടുകൂടെ പ്രാർത്ഥിക്കുന്ന ദൈവമക്കളിലേക്ക്, അല്ലെങ്കിൽ ശിഷ്യന്മാരിലേക്ക്, ശിഷ്യന്മാരെല്ലാം ദൈവത്തിൻ്റെ മക്കൾ തന്നെയാണ്. അപ്പോൾ ചിലർക്കൊരു സംശയം തോന്നും, ദൈവത്തിൻ്റെ മക്കളാണോ എന്ന്. യോഹന്നാൻ്റെ സുവിശേഷം 21 അധ്യായത്തിൻ്റെ 5 മുതലുള്ള തിരുവചനം വായിക്കുമ്പോൾ യേശു കടൽക്കരയിൽ വന്ന് ശിഷ്യന്മാരെ വിളിക്കുന്നത്, കുഞ്ഞു മക്കളെ നിങ്ങൾക്ക് വല്ലതും കിട്ടിയോന്ന്. അപ്പോൾ ഒരു പിതാവിൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ആ പിതാവായിട്ട് തന്നെയാണ് തൻ്റെ ശിഷ്യന്മാരോട് ചോദിക്കുന്നത്, മക്കളെ നിങ്ങൾക്ക് വല്ലതും കിട്ടിയോ? കുഞ്ഞു മക്കളെ നിങ്ങൾക്ക് വല്ലതും കിട്ടിയോ എന്നുള്ള ചോദ്യം ചോദിക്കുന്നുണ്ട്. അപ്പോൾ പിതാവായ ദൈവത്തിൻ്റെ മക്കൾ തന്നെയാണ് നാം ഓരോരുത്തരും. ആ പിതാവായ ദൈവത്തിൻ്റെ മക്കളായ നാം ഓരോരുത്തരും മക്കളായി മാറ്റപ്പെട്ടത് എപ്പോഴാണ്? മാമോദിസ എന്ന കൂദാശയിലൂടെയാണ്. മാമോദിസ എന്ന കൂദാശയിലൂടെ വിശുദ്ധീകരിക്കപ്പെട്ട ജനമാണ് ദൈവമക്കൾ. ആ ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം, ഓരോ മക്കളെ സംബന്ധിച്ചിടത്തോളം പറയുന്നത്, സഭ പഠിപ്പിക്കുന്നത് കൊണ്ടാണ് തീഷ്ണതയോടുകൂടെ പ്രാർത്ഥിക്കുക. കാരണം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഏത് വ്യക്തി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നോ ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ലഭിക്കും എന്നതിന് യാതൊരു സംശയമില്ല. ഈ കാലഘട്ടത്തിലും അത് കാണുവാൻ സാധിക്കും. എഴുത്തും വായനയും ഒന്നും അറിയാൻ പാടില്ലാത്ത, പ്രസംഗ ചാതുര്യമോ അല്ലെങ്കിൽ പ്രസംഗിക്കാൻ പോലും അറിയാൻ പാടില്ലാത്ത 4 ആളെ കാണുമ്പോൾ കാലിൻ്റെ മുട്ട് കൂട്ടിയിടിച്ചുകൊണ്ടിരുന്ന അനേകം വ്യക്തികൾ ഇന്ന് കർത്താവിൻ്റെ വചനം മണിക്കൂറുകളോളം നിന്ന് പ്രസംഗിക്കുന്നുവെങ്കിൽ, അതുപോലെ തന്നെ ബൈബിൾ വായിച്ച് അതിൻ്റെ ആത്മീയ ചൈതന്യം ഉൾക്കൊള്ളുവാനായിട്ടുള്ള കൃപ ലഭിക്കുന്നതും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിലൂടെയാണ്.
പ്രാർത്ഥിച്ചൊരുങ്ങുന്ന അനേകം വ്യക്തികളിലേക്ക് ദൈവം തൻ്റെ സമ്പത്ത് വർഷിക്കുന്നു. ആ സമ്പത്ത് മറ്റാരുമല്ല, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് ആ സമ്പത്ത്. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ഈ ദാഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, അതായത് അനുദപിച്ചും, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളൊക്കെ ഉണ്ടായിരുന്നു, അനുദപിച്ച് പ്രാർത്ഥിക്കുക. ഓരോ ദിവസം ചെയ്തു കൂട്ടിയ, വാക്കാലും പ്രവൃത്തിയാലും ചിന്തയാലും ഉപേക്ഷയാലും എല്ലാം ചെയ്തു കൂട്ടിയ, താൻ ചെയ്തു പോയ പാപങ്ങളെ ഓർത്ത് ദൈവത്തിന് മുമ്പിൽ അനുദപിച്ചുകൊണ്ട് തീഷ്ണതയോടുകൂടി ഒരു വ്യക്തി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുമ്പോൾ, അങ്ങനെ പ്രാർത്ഥിക്കുന്ന വ്യക്തിയുടെ ജീവിതത്തിലേക്ക് ദൈവം സ്വർഗം തുറന്ന് തൻ്റെ ആത്മാവിനെ വർഷിക്കും, ഒരു സംശയവുമില്ല. ഇന്ന് നമ്മളാരും പ്രാർത്ഥിക്കുന്നില്ല, അതുകൊണ്ട് ആത്മാവിൻ്റെ ചൈതന്യം നമ്മുടെ ജീവിതത്തിലേക്ക് കിട്ടുന്നില്ല. യേശുവിൻ്റെ ജീവിതം നമുക്കൊന്ന് നോക്കിയാൽ കാണാൻ സാധിക്കും. ജ്ഞാനസ്നാനം കഴിഞ്ഞ് ലൂക്കായുടെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 21-ാമത്തെ തിരുവചനത്തിലാണ്. ജ്ഞാനസ്നാനം കഴിഞ്ഞ് യേശു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ സ്വർഗം തുറക്കപ്പെട്ടുവെന്ന വിശുദ്ധ ഗ്രന്ഥത്തിൽ വചനം എഴുതി വെച്ചേക്കുന്നത്. അവൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു, പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ അവൻ്റെ മേൽ ഇറങ്ങി വന്നു. നീ എൻ്റെ പ്രിയൻ, എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നുവെന്നൊരു സ്വരവും കേട്ടു. യേശു പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ പിതാവായ ദൈവം സ്വർഗം തുറന്ന് പരിശുദ്ധാത്മാവിനെ അയച്ചുവെങ്കിൽ, ദൈവമക്കളാകുന്ന നാം ഓരോരുത്തരും ദൈവതിരുസന്നിധിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നാൽ, ആ പ്രാർത്ഥനയുടെ സമയത്ത് ദൈവത്തിൻ്റെ ആത്മാവിനാൽ ഓരോ വ്യക്തികളും നിറയപ്പെടും. ഇത് ബൈബിളിൽ അനേകം സ്ഥലങ്ങളിൽ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അവർ സമ്മേളിച്ചിരുന്ന സ്ഥലം കുലുങ്ങി എല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടു എന്ന് അപ്പസ്തോല പ്രവൃത്തികളുടെ പുസ്തകത്തിലൊക്കെ നമുക്കത് വായിക്കാൻ സാധിക്കും. പ്രിയ സഹോദരങ്ങളെ, നമുക്ക് തീഷ്ണതയോടുകൂടി പ്രാർത്ഥിക്കുവാനും പ്രാർത്ഥനയിലൂടെ ദൈവത്തിൻ്റെ ആത്മീയ ശക്തി സ്വന്തമാക്കുവാനും നമുക്ക് ദൈവത്തിന് മുമ്പിൽ നമുക്ക് പ്രാർത്ഥിക്കാം, തീരുമാനമെടുക്കാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവമേ, തിരുവചനത്തിലൂടെ സംസാരിച്ച കർത്താവെ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഉന്നതത്തിൽ നിന്നുള്ള ശക്തി ജീവിതത്തിലേക്ക് കടന്നു വരുന്നതുവരെ നിങ്ങൾ ജെറുസലം വിട്ട് പോകരുത്, പ്രാർത്ഥനയിൽ തീഷ്ണതയുള്ളവരായിരിക്കണമെന്ന യേശുവിൻ്റെ ആഹ്വാനം സ്വീകരിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ശിഷ്യന്മാരിലേക്ക് സ്വർഗം തുറന്ന് പെന്തക്കോസ്തയുടെ അനുഭവത്തിൽ പരിശുദ്ധാത്മാവിനെ നൽകിയ കർത്താവെ, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങൾ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് അങ്ങയുടെ ആത്മാവിനെ വർഷിച്ച് ഞങ്ങളെ ഓരോരുത്തരെയും അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.